കഥയിലും ഇതിഹാസത്തിലും ഇദ്ദേഹം ഒരു മനുഷ്യനല്ലായിരുന്നു. എന്നാൽ മനുഷ്യരുടെ ഇടയിൽ നടന്ന ഒരു ദൈവം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം കാലുകുത്തിയെടുത്ത് രാഷ്ട്രങ്ങൾ തകർന്നു. അദ്ദേഹം സംസാരിച്ചെടുത്ത് ലോകം തന്നെ വിറച്ചു. ന്യായവിധിയിൽ വേദനയിലൂടെ അദ്ദേഹം സമാധാനം തേടി. ഒരിക്കൽ സമാധാനം സ്വപ്നം കണ്ടിരുന്ന ഒരു ബാലൻ ഇപ്പോൾ നാശം മാത്രം കൊണ്ടുവരുന്ന ഒരു ദൈവം. സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ കണ്ണുകളാൽ അവൻ ഗ്രാമങ്ങളെ തകർത്തു, വീരന്മാരെയും തകർത്തു, ലോകത്തെ യഥാർത്ഥ വേദനയ്ക്ക് മുന്നിൽ തലകുനിക്കുവാൻ നിർബന്ധിതനാക്കി. ആകാശം പിളർത്തി ഭൂമി തകർത്തപ്പോൾ അവന്റെ കൈകൾക്കിടയിൽ ലീഫ് വില്ലേജ് പോലും അപ്രതീക്ഷിതമായി. ജീവിതവും മരണവും ഒരു കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു അവന്. നിരാശ സമാധാനത്തിന്റെ ഭാഷയുമായിരുന്നു. നിത്യതയുടെ കണ്ണുകളുള്ള രാഷ്ട്രങ്ങളെ വിഴുങ്ങിയ കൊടുങ്കാറ്റ്, ദുരന്തത്തിന്റെ ഇച്ഛാശക്തിയും വഹിച്ച് വേദനയിലൂടെ ലോകത്തെ പുനർനിർമ്മിച്ച ഒന്നൊന്നര ദൈവം. വേദനയിലൂടെ മാത്രമേ യഥാർത്ഥ സമാധാനം ജനിക്കൂ എന്ന് പഠിപ്പിച്ച പെയിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദ വൺ ആൻഡ് ഓൺലി നെഗാട്ടോ ഉസുമാക്കി. ഓഗിഫൈൻ, നഗാട്ടോ ഉസുമാക്കി അല്ലെങ്കിൽ പെയിൻ, ദ ഗോഡ് ഹു ന്യൂ ട്രൂ പെയിൻ എന്ന് തന്നെ പറയാം. ഇന്ന് നമ്മൾ പെയിനിന്റെ അഥവാ നഗാട്ടോയുടെ ഒറിജിനും ബെർത്തും അവൻ എങ്ങനെയാണ് ഒരു വാർ ഓർഫൺ ആയെന്നും ജിറായ എങ്ങനെയാണ് അവൻ്റെ സെൻസൈ ആയെന്നും ഒറിജിനൽ അക്കാറ്റ്സുക്കി ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും റിനഗൻ എന്ന് പറയുന്ന ആ ഒരു ഒന്നൊന്നര കണ്ണ്, അതിൽ നിന്ന് പോസസ് ചെയ്ത സിക്സ് പാത്ത് പവറും അതിൽ നിന്ന് റിഡംഷൻ ആയതും അവൻ്റെ എല്ലാ പവേഴ്സ് ആൻഡ് എബിലിറ്റീസും അവൻ്റെ വീക്ക്നെസ്സും എൻറ്റയർ നാറൂട്ടോ ഫീൽഡിൽ നാഗൂട്ടോ ഉസുമാക്കി ഉണ്ടാക്കിയ ലെഗസി ആൻഡ് ലോങ് ടേം ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. ആദ്യം തന്നെ നഗാട്ടോ ഉസുമാക്കിയുടെ ഒറിജിനും ബെർത്തും പറയാം. നഗാട്ടോ ഉസുമാക്കി പേരിൽ തന്നെയുണ്ട് അവൻ്റെ ക്ലാനിൻ്റെ പേര്. അതെ, ഉസുമാക്കി ക്ലാൻ. സെഞ്ചുവിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുകൊണ്ടിരുന്ന ഉസുമാക്കി ക്ലാൻ വൺ ഓഫ് ദി മോസ്റ്റ് മാസീവ് ചക്ര ഹോൾഡ് ചെയ്യുന്ന ക്ലാൻ എന്ന് പേര് കേട്ടിരിക്കുന്ന ഒരു ക്ലാനാണ് ഈ പറഞ്ഞ ഉസുമാക്കി ക്ലാൻ. അവരോട് ഈ ഒരു മാസീവ് ചക്രയിലും ലോഞ്ചിറ്റിവിറ്റിയിലും മാസ്റ്ററി ഓഫ് സീലിംഗ് ടെക്നിക്സിനും കിടനിൽക്കുവാൻ വേറൊരു ക്ലാൻ ഇല്ല എന്ന് തന്നെ പറയാം. അടുത്തെത്താറായെങ്കിൽ അത് സെഞ്ചു ക്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരം ഒരു ഗോട്ടഡ് ക്ലാനിൻ്റെ മെമ്പറായിരുന്നു നഗാട്ടോ ഉസുമാക്കി. അദ്ദേഹം ജനിച്ച വില്ലേജ് എന്ന് പറയുന്നത് അമേഗാക്കുറയാണ്, അല്ലെങ്കിൽ ഹിഡൻ റെയിൻ വില്ലേജ്. നമ്മുടെ ലീഫ് വില്ലേജിൻ്റെ അത്രയും വലിയ വില്ലേജ് ഒന്നും അല്ലത്. ഇതൊരു സ്മോൾ കൺട്രിയാണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ബാറ്റിൽ ഫീൽഡും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ ഈ ബാറ്റിലിൽ പെട്ടുപോയിക്കൊണ്ടിരുന്ന കോൺസ്റ്റൻറ്റ് വാർലൈക്ക് സിറ്റുവേഷൻ വന്നുകൊണ്ടിരുന്ന ഒരു സ്മോൾ വില്ലേജിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ പേരൻസിനെ പറ്റി നിലവിൽ ഡേറ്റാ ബുക്കിലോ നാറൂട്ടോയുടെ സീരീസിലോ പറയുന്നില്ല. ജസ്റ്റ് സിവിലിയൻസ് എന്നാണ് പറയുന്നത്, അതായത് ഷിനോബികളല്ല. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അല്ലെങ്കിൽ സീരീസിൽ പറയുന്ന പ്രകാരം കൊണോഹയിലെ ഷിനോബികൾ അവരുടെ വീട്ടിൽ കയറിയ സമയത്ത്, അതായത് സെക്കൻഡ് ഗ്രേറ്റ് നിഞ്ച വാറിൻ്റെ സമയത്ത് എനിമി ആയിട്ടുള്ള സ്പൈസ് ആണ് നമ്മുടെ നഗാട്ടോയുടെ പേരൻസ് എന്ന് വിചാരിച്ച് അവരെ കൊന്നുകളയുകയാണ് ചെയ്തത്. അതേ കൂടാതെ നഗാട്ടോയുടെ പേരൻസിനെ പറ്റി വേറെ ഒരു വിവരം തന്നെ എൻ്റയർ സീരീസ് തരുന്നില്ല. ഈ ഒരു ട്രോമയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗാട്ടോ ഉസുമാക്കിയുടെ റിനഗൻ, അതെ ദ ഗ്രേറ്റ് ഗോഡ് ഡൊജുറ്റ്സു ആയിട്ടുള്ള റിനഗൻ അവേക്കൺ ചെയ്യാൻ കാരണം. റിനഗൻ ഒറിജിനലി അവിടെ ഉണ്ടായിരുന്നു, അതും ആധാരം കൊണ്ട് വെച്ചു. അതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ നമ്മളിപ്പോൾ പറയുന്നില്ല, ഈശ്വര കഴിയുമ്പോഴേക്കും അത് പറയും. ഏതായാലും ഇതായിരുന്നു നഗാട്ടോയ്ക്ക് റിനഗൻ അവേക്കൺ ആയ മൊമെൻ്റ് എന്ന് ഡേറ്റാ ബുക്കും സീരീസും അടിവരയിട്ട് പറയുന്നു. ഇനി നമുക്ക് നഗാട്ടോയുടെ ലൈഫിലെ വാർ ഓഫൺ ഇയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിൻ്റെ മരണം കഴിഞ്ഞ് നഗാട്ടോ ശരിക്കും വാണ്ടർ ചെയ്യുകയായിരുന്നു ഒറ്റയ്ക്ക്. അവന് വിശപ്പും ദാഹവും ഓൾറെഡി ട്രോമയുണ്ട്. ആകെ അവന് കൂട്ടുണ്ടായിരുന്നത് അവൻ്റെ പട്ടിക്കുട്ടിയായിട്ടുണ്ടിരുന്ന ചീബി എന്ന് പറയുന്ന ഡോഗ് മാത്രമാണ്. ആൻഡ് ആ ഒരു സമയത്താണ് നമ്മുടെ അതർ 2 വാർ ഓർഫൺസ് ആയിട്ടിരുന്ന ഇതേപോലെ സെയിം സിറ്റുവേഷനിൽ തന്നെ അവരുടെ പേരൻസിനെ നഷ്ടപ്പെട്ട് ഓർഫണായി മാറിയ യാഹിക്കോനെയും കൊനാനെയും ഈ 2 പേരെയും നഗാട്ടോ കണ്ടുമുട്ടുന്നത്. പിന്നീട് അവർ ഒരുമിച്ചാണ് ഈ ഒരു വാർ ടോൺ കൺട്രിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സർവൈവ് ചെയ്യണം, അതിനായി ഇവർ ഫുഡൊക്കെ കട്ടെടുക്കുവാൻ വേണ്ടിയൊക്കെ തുടങ്ങി, ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി. ഈ ഒരു സമയത്ത്, അതായത് ഇവരിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്ന നമ്മുടെ ചീബി, അതായത് അവൻ്റെ നായക്കുട്ടി ഒരു എക്സ്പ്ലോഷനിൽ നിന്ന് ചത്തുപോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നഗാട്ടോയ്ക്ക് ട്രോമ ഇരട്ടിക്കുകയും അവന് വാറിനോടുള്ള ഹേറ്റ്രഡ് കൂട്ടുകയും ചെയ്തു.
ഇപ്പൊ പെയിനിന്റെ ആ ഒരു കുട്ടിക്കാലത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ജിറായ അല്ലെങ്കിൽ ലെജൻഡറി സാനിനായിട്ടുള്ള ജിറായ ഇവരുടെ ലൈഫിലേക്ക് വന്നതെന്ന് നോക്കാം. ഈ വാർ നടക്കുന്ന സമയത്താണ് നമ്മുടെ ലെജൻഡറി സാനിനായിട്ടുള്ള ജിറായനെ ഈ ഓർഫൻസ് ആയിട്ടുള്ള ട്രയോ മീറ്റ് ചെയ്യുന്നത്. അവർ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു പവർഫുൾനെസ് ഒക്കെ കണ്ടിട്ട് ഇവരെയും കൂടി ഇത് പഠിപ്പിക്കാവോ എന്നുള്ളൊരു മട്ടിൽ ഇവരെ ഫോളോ ചെയ്യുകയായിരുന്നു. ഈ ടൈമിൽ സുനാഡയ്ക്കും നമ്മുടെ ഒറോച്ചിമാർക്കും അവരെ ഒരു ബേർഡനായിട്ടാണ് കണ്ടത്. ഒറോച്ചിമാരോടെ പറയുന്നുണ്ട് നമുക്ക് ഇവരെ ഇവിടെ തന്നെ കൊന്നേക്കാം, എന്തിനാണ് നമുക്കൊരു ഭാരമായിട്ടെന്ന്. അപ്പോൾ ജിറായ പറയുന്നുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ കുറച്ച് നാളും കൂടി ഇവിടെ നിന്നിട്ട് അവനെ ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിറായ സെൻസൈ ഈ 3 പിള്ളേരെയും കൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഡേറ്റ ബുക്കും സീരീസും അനുസരിച്ച് ജിറായ 3 വർഷത്തോളം ഇവരെ നിഞ്ചിത്സുവും സർവൈവലും ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ഒരു ടൈമിൽ നഗാട്ടോയുടെ റിനഗൻ കണ്ടപ്പോൾ ചൈൽഡ് ഓഫ് പ്രൊഫസി ആയിട്ട് നിന്നിൽ ഒരു കുട്ടി വരുമെന്നൊക്കെ ജിറായയോട് ടോഡ് സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ കുട്ടി ആയിരിക്കാം, തൻ്റെ ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള ശിഷ്യൻ ഇവനായിരിക്കാം എന്ന് വിചാരിച്ചും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ജിറായ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മുടെ കൊനാനെയും യാഹിക്കോനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു എനിമീനെ നമ്മുടെ നഗാട്ടോ റിനഗൻ യൂസ് ചെയ്ത് കില്ല് ചെയ്യുന്നത്. ഇത് ജിറായ കണ്ട് ഞെട്ടിപ്പോയി. അപ്പോഴാണ് ജിറായ ഈ ഒരു കാര്യം പറയുന്നത്, വെൻ യു പോസസ് ദ റിനഗൻ യു ആർ ഡിസ്റ്റൈൻഡ് ടു ഐദർ ബ്രിങ് സാൽവേഷൻ ഓർ ഡിസ്ട്രക്ഷൻ. ഒന്നെങ്കിൽ നീ ഇതും കൊണ്ട് ഒരു പുനരുദ്ധാനം തന്നെ നടത്തും, അല്ലെങ്കിൽ വംശനാശം തന്നെ ഇല്ലാതാക്കുന്ന ഡിസ്ട്രക്റ്റീവ് ഫോഴ്സായി നീ മാറുമെന്ന്. ആൻഡ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവഞ്ച്വലി ജിറായ അവിടുന്ന് പോയി 3 പേരും തന്നെ സർവൈവ് ചെയ്തോളും, അവരതിനുള്ള പ്രാപ്തമായെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ജിറായ പോയത്. അത് കഴിഞ്ഞാണ് ദ ഒറിജിനൽ അക്കാട്സുക്കി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോർമേഷൻ ഈ 3 പേരും കൂടെ ചേർന്ന് തുടങ്ങുന്നത്. അതായത് നമ്മുടെ നാറൂട്ടോ വേൾഡ് കാണാത്തവർക്ക് അറിയാം അക്കാട്സുക്കി എന്താണ്. അക്കാട്സുക്കി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വില്ലനസ് ഓർഗനൈസേഷൻ എന്നാണ് മൈൻഡ് തന്നെ വരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒറിജിനൽ അക്കാട്സുക്കി, അതായത് യാഹിക്കോ, കൊനാൻ, നഗാട്ടോ അടങ്ങുന്ന ആ ഒരു 3 സംഘം കണ്ടുപിടിച്ച OG അക്കാട്സുക്കി ഈ ഒരു ടൈമിൽ ജിറായ പോയതുകൂടിയാണ് ഇവർ ഫൗണ്ട് ചെയ്യുന്നത്. ഇവരിത് ഫൗണ്ട് ചെയ്യുന്നത് ജിറായയുടെ പഠിപ്പിക്കൽ മൂലമാണ്. അതായത് ജിറായയുടെ ആ ഒരു പീസ് ഫോർ അമേഗാക്കുറെ ബൈ സ്റ്റോപ്പിംഗ് വാഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെയാണ് ഇവർ അക്കാട്സുക്കി ആദ്യം ഫോം ചെയ്യുന്നത്. സോ വാർ നിർത്തുവാൻ വേണ്ടി അവിടെ ഇവരെ പോലെ ഉണ്ടായിരുന്ന എല്ലാ വാർ ഓഫൻസും ഇവരുടെ കൂടെ ചേരുകയും അവരിങ്ങോട്ടും റെസ്പെക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒപ്രസ്ഡ് ആയിട്ടുള്ള വില്ലേജസിൻ്റെ സപ്പോർട്ട് നേടുകയും അങ്ങനെ ഒരു വലിയൊരു മൂവ്മെൻറ്റായി അക്കാട്സുക്കി മാറുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ നമ്മുടെ അമേഗാക്കുറയിലെ ഹിഡൻ റെയിൻ വില്ലേജിൻ്റെ ഡിക്റ്റേറ്റർ ആയിട്ടിരുന്ന ഒരാളാണ് ഹാൻസോ ഓഫ് ദി സലാമൻഡർ. ഇദ്ദേഹത്തിന് ഈ പീസ്ഫുൾ മൂവ്മെൻറ്റ് അത്ര വലിയ സെറ്റപ്പായിട്ടൊന്നും തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ പദവിനെ ത്രട്ടൺ ചെയ്യാനായിട്ടാണ് ഈ 3 ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടേയിരുന്നത്. ഇതിനെ തുടർന്നിട്ടാണ് നമ്മുടെ യാഹിക്കോയുടെ മരണം സംഭവിക്കുന്നത്. അതായത് അക്കാട്സുക്കിയുടെ ലീഡർ യാഹിക്കോ ആയിരുന്നു. ഈ കൊനാനും ഒരു കെയർ ടേക്കർ ആയിരുന്നെങ്കിൽ നഗാട്ടോ അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പെയിന്. അവരുടെ ലീഡർ യാഹിക്കോ ആയിരുന്നു. ഒരു ബോൾഡ് ലീഡറായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന യാഹിക്കോ ആയിരുന്നു. സോ ത്രെട്ടാന്ന് മനസ്സിലാക്കിയ ഹാൻസോ നമ്മുടെ ലീഫ് വില്ലേജിലെ ഡാൻസോ ആയിട്ട് കൈകോർത്തിട്ട് കോനാനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ഈ കിഡ്നാപ്പ് ചെയ്തിട്ട് നഗാട്ടോയോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു. ഒന്നേൽ നീ യാഹിക്കോനെ കൊല്ലണം, അല്ലെങ്കിൽ കൊനാൻ മരിക്കുമെന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. കാരണം നഗാട്ടോയുടെ റിനഗൻ പവേഴ്സ് ഇവർക്ക് എല്ലാവർക്കും അറിയാം. സോ യാഹിക്കോ മരിക്കുകയാണെങ്കിൽ അക്കാട്സുക്കി അവർക്ക് ലീഡർ ഇല്ലാതാവും, അല്ലെങ്കിൽ കൊനാൻ മരിക്കും. 2 പേരെ ഒരുപോലെ നമ്മുടെ നഗാട്ടോയ്ക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ യാഹിക്കോ ബോൺ ലീഡർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം നഗാട്ടോയുടെ ഇഷ്ടം പോലും കൂടാതെ നഗാട്ടോയുടെ ആ ഒരു കത്തിയിലേക്ക് അവൻ വന്ന് കയറി കൊടുക്കുകയായിരുന്നു. എക്സാക്ട്ലി സെൽഫ് സാക്രിഫൈസ് ചെയ്തു നമ്മുടെ ലീഡറായിട്ടുള്ള യാഹിക്കോ. ഇത് നഗാട്ടോനെ അങ്ങ് ചൊടിപ്പിച്ചു. ഈ ഒരു ടൈമിലുണ്ടായിരുന്ന ട്രോമ, അത്രയും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൊണ്ടാണ് ഡിമോണിക് സ്റ്റാറ്റു ആയിട്ടുള്ള ഔട്ടർ പാത്ത് ആയിട്ടുള്ള ഗെഡോ മാസോനെ നമ്മുടെ നഗാട്ടോ സമ്മൺ ചെയ്യുന്നത്. ആ ടൈമിലാണ് നഗാട്ടോ പെയിൻ എന്ന ഐഡൻറ്റിറ്റി സ്വീകരിക്കുന്നത്. ഈ ഒരു സമയത്ത് കൂടി, അതായത് ഇപ്പോൾ യാഹിക്കോ മരിച്ചു, യാഹിക്കോനെ കൊല്ലുവാൻ ഇവരെല്ലാം ഉദ്ദേശിച്ചല്ലോ. ഈ ഒരു ടൈമിലൂടെ നഗാട്ടോയുടെ ഫിലോസഫി മാറി. അതായത് പീസ് ഒരിക്കലും ലവിലൂടെയോ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയോ കിട്ടുകയെന്ന് നഗാട്ടോ വിശ്വസിച്ചു. അതിനു പകരം അങ്ങനെ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നീ ഞങ്ങളെ ഭയപ്പെടണം. ആ ഒരു ഷെയർഡ് സഫറിങ് ആൻഡ് ഫിയർ കൂടാതെ ആർക്കും ഇവിടെ സമാധാനം വരുത്തുകയില്ല എന്നുള്ളൊരു ഫിലോസഫി നഗാട്ടോയ്ക്ക് വന്നു ചേർന്നു. അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ദോസ് ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ട്രൂ പെയിൻ ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് ട്രൂ പീസ് എന്ന്. സോ ഇങ്ങനെയാണ് നഗാട്ടോ പെയിനായി മാറിയത്. അങ്ങനെ കാലാന്തരത്തിൽ ഈ ഗഡ സ്റ്റാറ്റുവിനെയൊക്കെ സമ്മൺ ചെയ്തിട്ട് അവൻ്റെ ബോഡി തന്നെ വീക്കാകാൻ തുടങ്ങി.
ഈ ഒരു ടൈമിലാണ് അവൻ 6 പാത്ത് ഓഫ് പെയിൻ എന്ന് പറയുന്ന ആ ഒരു കോപ്സുകളെ എംബീഡ് വെച്ച് ബ്ലാക്ക് ചക്ര റോഡ്സ് വെച്ച് ആക്ട് ചെയ്ത്, അതായത് കണ്ണും കൈകളും ഒക്കെ നിലവിലൊക്കെ ഉണ്ട്, ബട്ട് ഡിഫറെൻറ്റ് ഡെഡ് ബോഡീസിനെ യൂസ് ചെയ്തിട്ട് 6 പാത്ത് ഓഫ് പെയിനെ അവൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. അതിൽ ഓരോ പാത്തിലും ഓരോ പവറുണ്ട്. നമുക്കറിയാം അത് റിനഗൻ്റെ പവറാണ്. അത് 6 ഡിഫറെൻറ്റ് ബോഡിയിലേക്ക് എംബീഡ് ചെയ്തെന്ന് മാത്രം. എടുത്തു പറയുകയാണെങ്കിൽ ദേവാ പാത്ത്, അസുര പാത്ത്, ഹ്യൂമൻ പാത്ത്, ആനിമൽ പാത്ത്, പ്രേത പാത്ത്, നരക പാത്ത്. റെനഗൻ എബിലിറ്റീസിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും എടുത്ത് പറയുന്നില്ല. ഇതിൽ നോട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം, ദേവാപാത്തിലെ യാഹിക്കോയുടെ ബോഡിയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഈ ദേവാപാത്താണ് ഏറ്റവും പവർഫുൾ പാത്തും. സോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗാട്ടോ അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫേസ് ഒരു ഗോഡ് ലൈക്ക് ഐഡൻറ്റിറ്റി ആക്കി മാറ്റി. ആ ഒരു ഐഡൻറ്റിറ്റിയുടെ പേരിലാണ് പെയിൻ അറിയപ്പെട്ടത്. പിന്നെയും സീരീസിൽ അങ്ങ് കണ്ടുവരുമ്പോഴാണ് നഗാട്ടോ എവിടെയായിരുന്നു അതൊക്കെ കാണുന്നത്. എങ്ങനെയാണെങ്കിലും അങ്ങനെ പെയിൻ ഉണ്ടായി. അതായത് യാഹിക്കോയുടെ ബോഡിയിൽ നഗാട്ടോ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പെയിൻ. ഇനി അവരുടെ മേജർ പ്ലോട്ട് ലൈൻസ്, അതായത് പെയിൻ ആയി കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് പെയിൻ ആർക്കെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർ പിന്നെ അമേഗാക്കുറെ റൂൾ ഓവർ ചെയ്തു. അതായത് ഓഫ് കോഴ്സ് ഹാൻസോനെ നമ്മുടെ പെയിൻ കൊന്നു. ഇനിയിപ്പോൾ നഗാട്ടോ എന്ന് പറയണ്ട, പെയിൻ കൊന്നു. എന്നിട്ട് ഗോഡ് ഓഫ് അമേഗാക്കുറെ ആയിരുന്നു, ഡിക്റ്റേറ്റർ ഓഫ് അമേഗാക്കുറെ എന്നിരുന്ന ഹാൻസോനെ മാറ്റി ഗോഡ് ഓഫ് അമേഗാക്കുറെ എന്ന ഒരു പദവി ടൈറ്റിലേക്ക് നമ്മുടെ പെയിൻ എത്തിച്ചേർന്നു. വില്ലേജേഴ്സ് പെയിനെ അവരെ വളരെയധികം റെസ്പെക്റ്റോടുകൂടി സേവിയറായിട്ടും ഡിവൈൻ പ്രൊട്ടക്ടറായിട്ടും കണ്ടുപോകുന്നു. നഗാട്ടോ പെയിൻ ആയപ്പോൾ കുറേ ഫിലോസഫിക്കൽ ചേഞ്ചസ് ഒക്കെ അവൻ്റെ മൈൻഡിലുണ്ടായല്ലോ. അതുതന്നെയാണ് അക്കാറ്റ്സുക്കിനെ ഒരു പീസ്ഫുൾ ഓർഗനൈസേഷനിൽ നിന്നും മിലിറ്ററൈസ്ഡ് ഗ്രൂപ്പ് ആക്കിയത്. അതായത് ടെയിൽഡ് ബീസ്റ്റിനെ എല്ലാം കൂടെ പിടിച്ചിട്ട് ഒരു പവർഫുൾ വെപ്പൺ ആക്കിയിട്ട് ആ ഒരു വെപ്പണോടുള്ള പേടി നിമിത്തം നമുക്ക് യുദ്ധങ്ങൾ ഒഴിവാക്കാന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മുടെ പെയിന് വന്നു ചേർന്നു. ഈ ഐഡിയ എവിടെ നിന്നാണ് പെയിന് കിട്ടിയതെന്ന് നറൂട്ടോ സീരീസ് കണ്ടവർക്കറിയാം. അതിനാരാണ് ചരട് വലിച്ചതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഏതായാലും അവർ വലിയൊരു മിലിറ്ററി അല്ലെങ്കിൽ മേഴ്സണറി ഗ്രൂപ്പായി ഈ അക്കാറ്റ്സുക്കി മാറി. അങ്ങനെയാണ് പെയിൻ ആർക്ക് നറൂട്ടോ ആയിട്ട് ബന്ധിപ്പിക്കുന്നത്. അതായത് അവരുടെ മോസ്റ്റ് ഐക്കോണിക് ആയിട്ട് നറൂട്ടോയിലെ ഒരു ആർക്കാണ് പെയിൻസ് അസോൾട്ട് ഓൺ കൊണോഹ. അതിന് മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നറൂട്ടോ ഉസുമാക്കി 9 ടൈൽസ് ജിൻചുറുക്കി ആയിട്ടുള്ള നറൂട്ടോനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് പെയിൻ വന്നത്. 6 പാത്ത് ഓഫ് പെയിനെയും കൊണോഹയിൽ ഇവൻ ഇൻവൈഡ് ചെയ്യിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, കൊണോഹേനെ നാമാവിശേഷമാക്കി. അത്ര പവർഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ഗ്രേറ്റ് വില്ലേജസ് ആയിട്ടുള്ള ഹിഡൻ ലീഫ് വില്ലേജിനെ ഇല്ലായ്മയാക്കി, ധൂളിക്ക് സമമാക്കി ഈ പെയിൻ. തുടർന്നുണ്ടായ കഥകളെ നിങ്ങൾക്കറിയാലോ. നാറൂട്ടോയാണ് പിന്നെ വന്നിട്ട് നഗാട്ടോയുടെ ഹ്യൂമാനിറ്റിയെ പറ്റി അവനോട് സംസാരിച്ച് നേരെയാക്കി, ജിറായ നിനക്കിതല്ല, നമ്മുടെ സെൻസൈക്ക് ഇതല്ല വേണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നഗാട്ടോനെ കൊണ്ട് മനസ്സ് തന്നെ മാറ്റിയെടുപ്പിച്ചു നമ്മുടെ നാറൂട്ടോ ഉസുമാക്കി. സോ ആ ഒരു ഫൈറ്റ് ആർക്ക് കഴിഞ്ഞിട്ട് നഗാട്ടോയുടെ റിഡംഷനാണ്. അതായത് നഗാട്ടോ ബിലീവ് ചെയ്തു നാറൂട്ടോനെ. അതായത് അവന് മാത്രമേ ഈ ഒരു ഹേറ്റ്രഡിന് സൈക്കിളിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് നഗാട്ടോയ്ക്ക് വന്നു. എന്നിട്ട് ഔട്ടർ പാത്തിൻ്റെ സംസാരം ഓഫ് ഹെവൻലി ലൈഫ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ കൊന്ന ആൾക്കാരെ എല്ലാം അവൻ റിവൈവ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നറൂട്ടോ സീരീസിൽ ഉടനീളം നോക്കിയാൽ വൺ ഓഫ് ദി മോസ്റ്റ് ഫാൻ ബേസ് ഉള്ള ഒരു വില്ലനും തന്നെയാണ് ഈ പെയിൻ. സോ ഇനി നമുക്ക് പെയിനിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, റെനഗൻ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ ഓവർ പവേർഡ് ആയിട്ടുള്ള ഡിജിറ്റ്സും ആണ്. എല്ലാ 6 നേച്ചർ ട്രാൻസ്ഫോർമേഷൻ്റെ മാസ്റ്ററി തന്നെയാണ് റെനഗൻ ഗ്രാൻഡ് ചെയ്യുന്നത്. 6 പാത്ത് പവറും അതിൻ്റെ കൂടെ എക്സ്ട്രാ ബോണസ് ആണെന്ന് ഓർക്കണം. ഇതിനെ നമുക്കറിയാം ഓൾമൈറ്റി പുഷ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ കണ്ടിരുന്നവർക്ക് രോമാഞ്ചം തന്നെയായിരുന്നു അത്. ഇനിയിപ്പോൾ അതുകൂടാതെ റെനഗൻ കൂടാതെ അതിൽ നിന്ന് എക്സ്ട്രാ കിട്ടുന്ന 6 പാത്ത് ടെക്നിക്കായിട്ടുള്ള ദേവാപാത്ത്, അതായത് ഗ്രാവിറ്റി മാനിപ്പുലേഷൻ, പ്രേതാപാത്ത്, നിഞ്ചിറ്റ്സുവിൻ്റെ ഏറ്റവും മൂർധൻ്റെ അവസ്ഥ, അങ്ങനെ നരക, ആനിമൽ, അസുര, ഹ്യൂമൻ പാത്ത്, ഇങ്ങനത്തെ 6 പാത്തുകൾ എക്സ്ട്രാ. അതുകൂടാതെ ഔട്ടർ പാത്തായിട്ടുള്ള കുറച്ച് പവേഴ്സും കൂടെ കിട്ടും. അതെന്ന് പറഞ്ഞാൽ കൺട്രോൾ ലൈഫ് ആൻഡ് ഡെത്ത്, ഗെഡോമാസോ സമ്മൺ ചെയ്യാൻ, ടെയിൽഡ് ബീസ്റ്റിനെ ബൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ലൈഫ് ടെക്നിക്ക് തിരിച്ച് ജീവൻ കൊടുക്കാനുള്ള സെറ്റപ്പ്, ഇതെല്ലാം ഔട്ടർ പാത്ത് പവേഴ്സാണ്. അതും നമ്മുടെ പെയിൻ അല്ലെങ്കിൽ നഗാട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഉസുമാക്കിയുടെ ട്രേറ്റ്സും, അതായത് അന്നന്നര ആ വംശത്തിൽ ജനിച്ചവർ തന്നെ ഓൾറെഡി ഓവർ പവറാണ്. അതിൻ്റെ കൂടെ റിനഗനും കിട്ടി. റിനഗൻ്റെ കൂടെ 6 പാത്ത് എബിലിറ്റീസ് വേറെ കിട്ടി, ഔട്ടർ പാത്ത് പവേഴ്സ് വേറെ കിട്ടി, ഇമ്മൻസ് ചക്ര റിസർവിൻ്റെ കൂടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സീലിംഗ് പൊട്ടൻഷ്യലും കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ക്യാരക്ടറായിരിക്കും അത് തന്നെ നമ്മളൊന്ന് ഓർത്താൽ മതി. ഇനി നമുക്ക് വീക്ക്നെസ് പെയിൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അവൻ്റെ ട്രൂ ബോഡി തന്നെയായിരുന്നു. അതെ, 2-3 തവണ ചക്ര ഓവർ യൂസ് ആയപ്പോൾ ട്രൂ ബോഡി ഫ്രാജൈലായി. അത് കഴിഞ്ഞിട്ടാണ് ഈ 6 ബോഡീസിനെ എംബോഡിഫൈ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു തരത്തിൽ ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ നല്ലതുമാണ്. അതായത് ഇവൻച്വലി നമ്മൾ മരിക്കുന്നുമില്ല. പക്ഷെ എനിക്കൊരു വീക്ക്നെസ് ആയിട്ട് തോന്നിയത് ഡയറക്റ്റ് ഒരു ഫൈറ്റ് അല്ലല്ലോ, എപ്പോഴും പപ്പറ്റ്സിനെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഫീൽ.
പിന്നെ നമുക്കറിയാം എൻ്റയർ സീരീസിൽ ചക്ര ട്രാൻസ്മിഷന് ഒരു ഡിലേ ഉണ്ട്. ഈ ഒരു ഡിലേ തന്നെയാണ് അവർ യൂസ് ചെയ്തതും, ഡിഫീറ്റ് ചെയ്യാൻ അവർ യൂസ് ചെയ്തത് ഈ ഒരു ഡിലേ തന്നെയാണ്, ഈ ഒരു ടൈം ലിമിറ്റ്. അല്ലാതെ പെയിന് പേര് പറയാൻ വേറൊരു വീക്ക്നെസ് ഇല്ല. ഇനി നമുക്ക് നഗാട്ടോ ഉസുമാക്കി അല്ലെങ്കിൽ പെയിനിൻ്റെ ലെഗസി ആൻഡ് ലോങ് ടേം ഇമ്പാക്റ്റ് ഓൺ നാറൂട്ടോ വേൾഡ് നോക്കാം. ഇനിയിപ്പോൾ ഒബീറ്റോയിലും മാദ്രയിലും ലെഗസി എങ്ങനെ നമ്മുടെ പെയിൻ്റെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂണായി പ്ലാൻ, അതായത് അവൻ്റെ റിഡംഷൻ വരെ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവർ നമ്മുടെ മധുരയ്ക്ക് പറ്റിയ ഒരേ ഒരു അടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നഗാട്ടോ ഇങ്ങനെ തിരിയുമെന്ന് ഓർത്തില്ല നാറൂട്ടോയുടെ വാക്ക് കേട്ടിട്ട്. ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ ഒബീറ്റോനെയും മാധുരേനെയും ബാധിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഷിനോബി വേൾഡ് എൻറ്റയർലി നോക്കുകയാണെങ്കിൽ കൊണോഹ ഡിസ്ട്രക്റ്റ് ചെയ്ത ആ ഒരു ഇമ്പാക്റ്റ് വേറെ ഒരു രീതിയിലും കിട്ടാതില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ ഓർത്ത് നോക്കണം, കൊണോഹ എന്ന് പറയുന്നത് എലൈറ്റ് ഷിനോബീസ്, ഗോഡ് ലൈക്ക് ഷിനോബീസിനെ മാത്രം കൊണ്ടുവന്നിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനെ നാമാവിശേഷമാക്കി ലിറ്ററലി പറഞ്ഞ പൊടി പോലെ ആക്കിയതാണ് ഈ പറയുന്ന നമ്മുടെ നഗാട്ടോ ഉസുമാക്കി അല്ലെങ്കിൽ പെയിൻ. സോ അദ്ദേഹത്തിൻ്റെ റിഡംഷനും സെൽഫ് സാക്രിഫൈസും നാറൂട്ടോയുടെ മോസ്റ്റ് പവർഫുൾ യേറ്റ് ട്രാജിക് ഫിഗേഴ്സായിട്ട് ഇന്ന് നിലകൊള്ളുന്നു. ഫൈനൽ തോട്ടായിട്ട് നഗാട്ടോ ഉസുമാക്കിനെ പറ്റി സീരീസ് ബേസ്ഡ് പറയുകയാണെങ്കിൽ, നഗാട്ടോ ഉസുമാക്കി ഈസ് നോട്ട് ജസ്റ്റ് എ വില്ലൻ, ഹി ഈസ് ദ എംപോഡിമെൻറ്റ് ഓഫ് ട്രാജഡി ഇൻ ദ ഷിനോബി വേൾഡ് എന്ന് പറയാം. A boy who wanted peace but lost everything. A man who became god of destruction, forcing the world to feel his pain. And finally, a soul who remembered his humanity entrusting his dream to Naruto. എൻ്റെ മോനെ, ഇതിൽ കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല. ഇതൊരു തെളിവ് തന്നെയാണ്. അതായത് ഹീസ് ദ പ്രൂഫ് ദാറ്റ് ഇൻ നറൂട്ടോ ഈവൻ ദ ഡാർക്കസ്റ്റ് ഹേർട്സ് ക്യാൻ ഫൈൻഡ് റിഡംഷൻ. ഇത്രയും ദ്രോഹം ചെയ്ത നഗാട്ടോയ്ക്ക് പോലും നന്നാവാൻ സാധിക്കുമെങ്കിൽ ആർക്കാണ് നന്നാക്കാൻ പറ്റാത്തത് എന്നുള്ള ഒരു സന്ദേശം സന്തോഷപൂർവ്വമായിട്ട് കിഷിമോട്ടോ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് നഗാട്ടോ ഉസുമാക്കിയുടെ ലൈഫിൽ നിന്ന് പഠിച്ചതെന്നുള്ള വിവരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കൂടാതെ എന്തെങ്കിലും കാര്യങ്ങൾ നഗാട്ടോ ഉസുമാക്കി അഥവാ പെയിനെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. നമുക്കറിയാം റെനഗൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിലാണ് ഞാൻ 6 പാത്ത് ഓഫ് പെയിനെ പറ്റി പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയാത്തത്. സോ എന്നിരുന്നാലും റെനഗൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇതിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ കാണാത്തവർക്ക് അതൊരു പ്രചോദനം തന്നെ ആയിരിക്കും. സോ ഇനി റെനഗൻ്റെ വീഡിയോയിലേക്ക് പോകും. കണ്ടവരാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. അപ്പം റെനഗൻ വീഡിയോ തുടരാം. ഇതിഹാസങ്ങളനുസരിച്ച് ഈ ഒരു കണ്ണ് പോസസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു നോട്ടം കൊണ്ട് രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനും ഒരു മന്ത്രിക്കൽ കൊണ്ട് അവരെ ഉയർപ്പിക്കുവാനും കഴിയും. ലോകം സൃഷ്ടിക്കും നാശത്തിനുമിടയിൽ ആടി ഉലയുമ്പോൾ ഈ ഒരു കണ്ണ് ഉയർന്നു വന്നു. അത് വെറും കാണുവാൻ മാത്രമല്ല, ഭരിക്കുവാൻ വേണ്ടി. അതെ, ദൈവങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിയുടെ ശക്തിയാൽ ശപിക്കപ്പെട്ടവനും ഇത് വെറും കണ്ണല്ല, ഇത് സ്വർഗത്തിന്റെ തന്നെ വജ്രമുദ്രയായ ഒരു കണ്ണാണ്. 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിൽ ബ്യാക്കുഗാനും ഷെരിയുഗാനും മുന്നിൽ നിൽക്കുന്ന ആ ഒരു ദൈവത്തിന്റെ കണ്ണ്. അവർ അതിനെ ഒരു കെട്ടുകഥ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു, ഒരു സന്യാസിയുടെ അഹങ്കാരം എന്നും പറഞ്ഞു. പക്ഷെ അത് തുറക്കുമ്പോൾ യാഥാർത്ഥ്യം തന്നെ വിറയ്ക്കുകയുണ്ടായി. അതെ, ഇത് അനുവദിച്ചിട്ടുമില്ല, പാരമ്പര്യമായി ലഭിച്ചിട്ടുമില്ല. വിധിയെ തന്നെ ജയിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉണർത്തുവാനാവുകയുള്ളൂ. ഇതാണ് റെനഗൻ. ഓക്കെ ഫൈൻ, റെനഗൻ. നാറൂട്ടോ യൂണിവേഴ്സിൽ 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിലെ ഏറ്റവും ഓവർ പവേർഡ് അല്ലെങ്കിൽ OP ആയിട്ടുള്ള ഒരു കണ്ണാണ് റെനഗൻ. ഷരിങ്കനും നമ്മുടെ സ്വന്തം ബ്യാക്കുഗാനും മുന്നിൽ നിൽക്കുന്ന, എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഗോഡ് ലൈക്ക് പവർ ഉള്ള ഒരു ഡൊജിറ്റ്സു ആണ് റെനഗൻ. റെനഗന് സംസാര ഐ എന്നുള്ള ഏലിയാസ് നെയിമും ഉണ്ട്. ഇതിന്റെ ഒറിജിൻ സ്റ്റോറി ഒന്ന് സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഔട്സുസുക്കി ക്ലാനിലെ അല്ലെങ്കിൽ ഗോഡ് ക്ലാൻസിലെ കാഗുയ ഒരു ഫ്രൂട്ട് കഴിച്ചപ്പോൾ റിനെ ഷരങ്കൻ എന്ന് പറയുന്ന ഒരു കണ്ണ് അവേക്കനായി. ഇത് തൻ്റെ മക്കളായ ഹോഗുറാമയ്ക്കും ഹാമുറയ്ക്കും സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു. ഹോഗുറാമയ്ക്ക് കിട്ടിയതാണ് അല്ലെങ്കിൽ സെയ്ജോ 6 പാത്തിന് കിട്ടിയതാണ്, പോസസ്ഡ് ആയതാണ് ഈ പറയുന്ന റെനഗൻ. ഗോഡ്സ് അല്ലാതെ മനുഷ്യരിൽ 2 പേര് മാത്രമേ ഇത് അവേക്കൻ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ. 1 മാദര ഉച്ചിഹ, 2 സാസ്കെ ഉച്ചിഹ. വെയിറ്റ്, നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ, ഒബീറ്റോ ഇവർക്കൊക്കെ ഇത് എങ്ങനെ കിട്ടിയെന്നല്ലേ? തുടരെ പറയാം. അതിനു മുമ്പ് ഈ ഒരു റെനഗൻ അവേക്കൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് 2-3 രീതികളിൽ പറ്റും. 1, നമ്മുടെ ഹോഗ്രാമ അല്ലെങ്കിൽ സെയ്ജ് ഓഫ് 6 പാത്തിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് മേടിക്കുക. 2, അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ആസുറയും ഇന്ദ്രയുടെയും ചക്ര നേച്ചർ കോമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് റെനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ മദറ ഉച്ചിഹ റെനഗൻ ആക്ടിവേറ്റ് ചെയ്തത്.
മറിച്ച് സാസ്കെ ആകട്ടെ ഡയറക്റ്റ്ലി നമ്മുടെ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഗ്രാൻഡ് ചെയ്യപ്പെട്ട റെനഗനായിട്ടാണ് നടക്കുന്നത്. ഹാഷിരാമയുടെ കൂടെ സെൽസ് വെച്ച് ഉപയോഗിച്ചിട്ടാണ് മാദുര ഉച്ചയ്ക്ക് റെനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ രണ്ട് പേരുടെയും, അതായത് ഇന്ദ്രയുടെയും അസുരയുടെയും ആ ഒരു കോമ്പിനന്റ് നേച്ചർ ഓഫ് എനർജി നമ്മുടെ മാദുരയ്ക്ക് കിട്ടുകയും തുടർന്ന് റെനഗൻ അവേക്കൻ ചെയ്യുകയും സാധിച്ചു. എന്നാൽ ഇത് സാധിച്ചപ്പോഴേക്കും മാദുര നിയർലി ഡെത്ത് എന്ന് തന്നെ പറയാം. അതായത് 100 വയസ്സിൻ്റെയൊക്കെ മണ്ടയിൽ പോയിരുന്നു. സോ ഈ ഒരു ടൈമിൽ വലിയൊരു പ്രോസസ് ചെയ്യാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കണ്ണുകൾ മറ്റു ചിലരിലേക്ക് താൽക്കാലികമായി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു കുട്ടിയായിരുന്നു നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ. അതായത് ഉസുമാഗി ക്ലാനിലുള്ളവർക്ക് വളരെയധികം നേരം നല്ല റിലയബിൾ ആയിട്ടുള്ള ചക്രയുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും ഇവരത് പ്രോസസ്സ് ചെയ്തുകൊള്ളും എന്നുകൊണ്ടുമാണ് നഗാട്ടോയ്ക്ക് മാദുര ഈ ഒരു കണ്ണ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ നഗാട്ടോയാണ് ഈ ഒരു റെനഗന്റെ ഫുൾ പവർ അനീം സീരീസിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനി നോക്കാം. 6 പാത്ത് ടെക്നിക് എന്നറിയപ്പെടുന്ന റിക്കുഡു നോ ജുത്സു അല്ലെങ്കിൽ റെനഗൻ യൂസറിന് ആക്സസിബിൾ ആയിട്ടുള്ള 6 മേജർ എബിലിറ്റീസ് നോക്കാം. ഒന്നാമത്തെ പവർ ദേവാപാത്ത് എന്നാണ് പറയുന്നത്. ഇതിന് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറാണ് തരുന്നത്. ഇത് ഭയങ്കര ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു പവർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനേയും എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ 3-4 ടെക്നിക്സിലൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എൻറ്റയർ കൊണോഹ തന്നെ നമ്മുടെ പെയിൻ ഡിസ്ട്രോയ് ചെയ്യുന്നതും പിന്നെ മറ്റേ ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ. ഈ ഒരു വീഡിയോയിൽ റെനഗൻ മെയിൻ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ 6 പാത്ത് ടെക്നിക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോയിലാകാം. ഇപ്പോൾ നമുക്ക് റെനഗന്റെ മേജർ ആയിട്ടുള്ള 6 പാത്ത് ടെക്നിക്സ് മാത്രം നോക്കാം. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേവാപാത്ത്, ഞാൻ പറഞ്ഞല്ലോ മെയിൻ പവർ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ്. രണ്ടാമത്തെ പവർ അസുരാപാത്താണ്. അസുരാപാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേഷൻ ആയിട്ടുള്ള വെപ്പൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സീരീസിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബോഡി തന്നെ ഒരു മെക്കനൈസ്ഡ് ആയിട്ട് ഒരു വലിയൊരു ഹ്യൂമൻ ടാങ്ക് പോലെ നിന്ന് കുറേ വെപ്പൺസും മിസൈൽസും ഒക്കെ ഇങ്ങനെ വിടുകയും ചെയ്യും. ഒരു ഡിഫെൻസീവ് അറ്റാക്കിംഗ് മിസൈൽ മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാത്താണ്. ഹ്യൂമൻ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഹ്യൂമൻസിൻ്റെയും സോള് എക്സ്ട്രാക്ട് ചെയ്യുവാനും മൈൻഡ് റീഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പാത്ത് പവറാണ് ഹ്യൂമൻ പാത്ത്. നാലാമത്തെ പവർ എന്ന് പറഞ്ഞാൽ ആനിമൽ പാത്താണ്. ഇവിടെ നമുക്ക് വലിയ സമ്മൺ ചെയ്യാൻ പറ്റും വലിയ ആനിമൽസിനെ, ഡീമൺസിനെ തന്നെ പറയാം. കാരണം നറൂട്ടോ സീരീസിൽ തന്നെ ജിറായ ആയിട്ടുള്ള പെയിൻ്റെ ഫൈറ്റിൽ കുറേ ഡീമൺസിനെ നമ്മുടെ പെയിൻ വിടുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറേ ഡീമൺസിനെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ആനിമൽസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമ്മോർട്ടൽ ആയിരിക്കും. ഒരു തവണ കൊന്നാലും വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്തു വരുന്നതായിട്ടും കാണാം. പിന്നെ അഞ്ചാമത്തെ പവർ എന്ന് പറയുന്നത് പ്രേതാപാത്താണ്. അതായത് അബ്സോർപ്ഷൻ ചക്രയാണ്. ഏതൊരു എനിമിയുടെ ചക്രയും അബ്സോർവ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പവറാണ് പ്രേതാപാത്തിന് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പവർ എന്ന് പറയുന്നത് നരകാപാത്താണ്. ഈ ഒരു നരകാപാത്തിൽ നമ്മുടെ കിങ് ഓഫ് ഹെൽ അല്ലെങ്കിൽ യമദേവനെ ആവാഹിച്ചുകൊണ്ട് നിന്ന് എൻട്രോഗേറ്റ് ചെയ്യുകയാണ് എനിമിയുടെ മുമ്പിൽ. സോ ഇതിൽ നമ്മൾ കാണുന്നതനുസരിച്ച് നാവ് പിഴുതും, കള്ളമാണ് പറയുന്നെങ്കിൽ നാവ് പിഴുത് എറിയുവാനുള്ള ഒരു പവർ ഈ നരകാപാത്ത് സമ്മൺ ചെയ്യുന്ന ഹെൽ ഗോഡിന് ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 6 പാത്ത് ടെക്നിക്സ് റെനഗനിലൂടെ ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു പവർ പാത്ത് ടെക്നിക്കും കൂടി ഉണ്ട്. അത് ഔട്ടർ പാത്ത് എന്ന് പറയും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് തന്നെ പറയാം. നമ്മുടെ പെയിൻ ആണെങ്കിൽ ഈ ഒരു ഔട്ടർ പാത്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് എൻറ്റയർ കൊണോഹയിലെ മരിച്ചവരെ എല്ലാം ജീവൻ തിരിച്ചു കൊണ്ടുവന്നത്. എടുത്ത് പറയുകയാണെങ്കിൽ മറ്റേ ഗെഡോ മാസോ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സാസ്കയ്ക്ക് ഔട്ടർ പാത്ത് ടെക്നിക്കായിട്ട് കിട്ടി കാണിക്കുന്നത് നമ്മുടെ ടെലിപ്പോർട്ടേഷനാണ്. എവിടേക്ക് വേണമെങ്കിലും പോകുമെന്ന ടെലിപ്പോർട്ടേഷൻ ടെക്നിക്ക്. മാദുര ഉച്ചിഹയ്ക്കാകട്ടെ ലിംബോ സ്റ്റേജിൽ ക്ലോൺസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ പവറാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ഔട്ടർ പാത്ത് ടെക്നിക്ക് ഓരോ വീൽഡേഴ്സിനും യുണീക്ക് ആയിരിക്കും. നമ്മുടെ ഷരിങ്കാനോ ബ്യാക്കുഗാനോ വെച്ച് റെനഗൻ കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ഈ 3 ഡൊജിറ്റ്സുകളിലെ ഏറ്റവും പവർ, ഗോഡ് ലൈക്ക് പവർ ഉള്ളത് റെനഗന് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് റെനഗനെ പറ്റി അറിയുന്നവർ തന്നെ ഇതൊരു കേട്ടുകേൾവി അല്ലെങ്കിൽ കെട്ടുകഥ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അൻടിൽ നഗാട്ടോനെ കാണുമ്പോഴാണ് ജിറായ സെൻസെ പോലും അന്താളിച്ച് നോക്കുന്നത് റെനഗൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ. സോ ഇതിനെപ്പറ്റി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവേക്കൺ ചെയ്തെന്നുള്ള ഒരു കാര്യം തന്നെ ഓർത്താൽ മതി ഈ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ ഈ ഒരു ഐ ടെക്നിക്കിൻ്റെ മാഹാലിനെ മനസ്സിലാക്കുവാൻ. ഇത്തരം റെനഗൻ യൂസേഴ്സിനെ ആർക്കൊക്കെ പരാജയപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ നാറൂട്ടോ ഉസുമാക്കി 6 പാത്ത് മോഡിൽ നിന്നിരുന്ന നമ്മുടെ എലോങ് വിത്ത് സാസ്കെ എന്നും കൊണ്ട് പറയണം, അങ്ങനെ നിൽക്കുന്ന മാദുരേനെ നമ്മുടെ നാറൂട്ടോ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻ്റെ കാര്യം തന്നെ പറയണ്ടല്ലോ, ഏറ്റവും ഐക്കോണിക് മൊമെൻ്റ് ആയിരുന്നു പെയിനെ ഡിഫീറ്റ് ചെയ്യുന്ന നാറൂട്ടോ ഉസുമാക്കി. അത് പക്ഷേ ഇൻഡയറക്ട്ലി ആ ഒരു ടോക്ക് പ്ലസ് പവറിലൂടെ ആണെന്നും കൂടി ഓർക്കണം. 6 പാത്ത് മോഡിൽ നിൽക്കുന്ന മാദുരേനെ ഡിഫീറ്റ് ചെയ്ത അല്ലെങ്കിൽ നിയർലി ഡിഫീറ്റ് ആക്കിയ ഒരാളാണ് നമ്മുടെ മൈറ്റ് ഗൈ 8th ഗേറ്റ് വെച്ച്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
സോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഹൗ ടു ഡിഫീറ്റ് റിനഗൻ യൂസർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ടാക്ടിക്കലി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഹൈ സ്പീഡ് ടൈജിറ്റ്സു നമ്മുടെ മൈറ്റ് ഗെയിനൊക്കെ പോലെ, അല്ലെങ്കിൽ ഗെഞ്ചുത്സു മാസ്റ്റേഴ്സിന് ഇറ്റാച്ചിക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ നഗാട്ടോനെ ട്രാപ്പ് ചെയ്യാമായിരുന്നു. പിന്നെ ചക്ര ഡ്രെയിനിങ് പവേഴ്സ് അല്ലെങ്കിൽ സീഡിങ് ജുറ്റ്സു ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ടീം സ്ട്രാറ്റജി, ഇതൊക്കെ തന്നെയാണല്ലോ നാറൂട്ടോ സീരീസിലും ഉടനീളം നമുക്ക് ഈ ഒരു റിനഗൻ യൂസേഴ്സിന് എതിരെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വില്ലൻ വരുമ്പോൾ എന്താണ് ഹീറോസ് കാണിക്കുന്നതെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇത്രയൊക്കെയാണ് റിനഗൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനി ഒരു സമ്മറി രൂപേണ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ സേജ് ഓഫ് സിക്സ് പാത്ത് അല്ലെങ്കിൽ ഹോഗ്രോമോ ഔട്സുസുക്കിയാണ്. ഇനി ഇതിനെ അവേക്കൻ ചെയ്യണമെങ്കിൽ ഇന്ദ്രയുടെയും ആസുരയുടെയും ചക്ര കോമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി ഗ്രാൻഡഡ് ആവണം. പിന്നെ ഇതിൻ്റെ നോൺ യൂസേഴ്സ് ഹോഗ്രാമോ, മദാറ ഉച്ചിഹ, നഗാട്ടോ, സാസ്കെ, ഒബീറ്റോ, ഉരാഷിക്കി എന്നിവരാണ്. ഇതിൻ്റെ സ്പേഷ്യൽ എബിലിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, സിക്സ് പാത്ത് ടെക്നിക്സും ഔട്ടർ പാത്തൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പരിധി വരെ ഒരു ലിമിറ്റഡ് കൂൾ ഡൗൺസ് ആണ്. നമുക്കറിയാം 5 സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്കിൽ മാത്രമേ പെയിനിനെ നമുക്ക് പവേർഡായിട്ട് നിൽക്കുമ്പോൾ നാറൂട്ടോയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൽഡർ ടോഡ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഇത്രയുമൊക്കെയാണ് ബേസിക്കലി റിനഗനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. റിനഗൻ്റെ പവർ എബിലിറ്റി, അതായത് സിക്സ് പാത്ത് ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു എൻറ്റയർ വീഡിയോ തന്നെ നമ്മൾ വേറെ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തിയത്. സോ ഇനിയും നാറൂട്ടോ സീരീസിലെ ഡിഫറെൻറ്റ് ഡൊജുറ്റ്സുകളും ഡിഫറെൻറ്റ് ജുറ്റ്സുകളും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും അനാലിസിസും വീഡിയോസും പോൾസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul.